ഹായ് സുഹൃത്തുക്കളെ, ഇന്നൊരു പുതിയ സബ്ജക്റ്റാണ് ബ്ലഡ് റെമഡി. ബ്ലഡ് റെമഡി എന്താണെന്ന്. കാരണം ഒരുപാട് ആൾക്കാർ അഭിമുഖീകരിക്കുന്നത് ആയിട്ടുള്ളൊരു പ്രശ്നമാണ് ആക്സിഡൻറ്റുകൾ. ആക്സിഡൻ്റ് എന്ന അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ആക്സിഡൻറ്റ്, പ്രത്യേകിച്ച് ശനി മാറുക. ശനി മാറുന്ന സമയത്ത് ചിലപ്പോൾ ആൾക്കാരെ പട്ടിയടിക്കുക, ചിലപ്പോൾ ആൾക്കാരുടെ കാലൊടിയുക, പ്രത്യേകിച്ച് ടൂ വീലറൊക്കെ പോകുന്ന ആ ഒരു സമയത്ത് ഉറപ്പ് സംഭവിച്ചിരിക്കും. അതേമാതിരി ഉള്ള ഒരു സെയിം സംഭവമാണ് നമുക്ക് ബർത്ത് ചാർട്ടുമായിട്ട് ബന്ധപ്പെട്ട്. ഈവൻ നമുക്കെന്താ പറയുന്നത്, നമ്മൾ ന്യൂമറോളജി പ്രകാരം നോക്കിക്കഴിഞ്ഞാൽ, അസ്ട്രോളജി പ്രകാരം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചില ഗ്രഹങ്ങൾ കയറി കണക്റ്റ് ആകുകയാണ്. ഇപ്പോൾ ചൊവ്വായുമായിട്ട് കേതു കയറി കണക്റ്റ് ആകുകയാണ്. ഉറപ്പാണ് അവർക്ക് ആ ഒരു സമയത്ത് ഈ കേതു അവിടെ പ്ലാനറ്ററി പൊസിഷനിൽ ഏതെങ്കിലും കയറി, അപ്പോൾ അവിടെ വന്നിട്ട് ഗുരു എന്ന് പറഞ്ഞാൽ വ്യാഴം കയറി കണക്റ്റ് ആകുക എന്ന് പറഞ്ഞാൽ ഗോചാരത്തിലോ പ്രൊമോഷനിലോ ഒക്കെ പറയും. അവിടെ അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ടെക്നിക്കലി അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാകത്തില്ലായിരിക്കും. അതുകൊണ്ട് എന്നാലും പറയാം, ഇങ്ങനെ ഒരു കണക്ടിവിറ്റി വരുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് ചൊവ്വ എന്ന് പറഞ്ഞാൽ ബ്ലഡാണ്. ചൊവ്വ എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് ആക്സിഡൻറ്റ് പറ്റാനുള്ള സാധ്യത. ചില ആണെന്ന് വരിയിൽ ഫാമിലിയിലാണെന്ന് വരിക അവിടെ ചിലപ്പം ഒരു ലേഡിയുടെ ബർത്ത് ചാർട്ട് ഈ ചൊവ്വായും കേതുവും കൂടെ കയറി കണക്റ്റ് ആക്കി കഴിഞ്ഞാൽ അവിടെ ഡൈവേഴ്സ് ആകാനോ അല്ലെന്നൊരു ഹസ്ബൻഡിനെ ക്രിട്ടിക്കലായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ടുള്ള ഒരു സിറ്റുവേഷൻ വരും. ആ ഒരു സമയത്ത് ചിലപ്പോൾ കെയർ ചെയ്തിട്ടില്ലെന്നൊരു അവരുടെ ചിലപ്പോൾ കുട്ടിയുടെ ബർത്ത് ചാർട്ടിൽ പോലും ഇങ്ങനെയുള്ള ഒരു പ്ലാനറ്ററി പൊസിഷൻ സണ്ണുമായിട്ട് കണക്ഷൻ, സണ്ണും കേതുവുമായിട്ട് കണക്ഷൻ ആയിട്ടുണ്ടായ ചിലപ്പോൾ ആ കുട്ടിയുടെ അച്ഛൻ വരെ നഷ്ടപ്പെടാം. കാരണം ഞാൻ പറഞ്ഞ ഇപ്പം കഴിഞ്ഞ ദിവസം ഇതേമാതിരി ഒരു ചാർട്ട് അനലൈസ് ചെയ്തപ്പോൾ ഒരു ലേഡിയുടെ ഹസ്ബൻഡ് മരിച്ചുപോയി. അപ്പോൾ ഹസ്ബൻഡ് മരിച്ചു പോയപ്പോൾ അതിൻ്റെ കറക്റ്റ് നോക്കിയപ്പം ചൊവ്വായുമായിട്ട്, അപ്പോൾ അവരോട് റെമഡി ചെയ്യാൻ പറഞ്ഞിരുന്നു. അപ്പോൾ റെമഡി ചെയ്യാൻ പറഞ്ഞാൽ അവർ റെമഡി ചെയ്തില്ല. അപ്പോൾ അവർ ഹോസ്പിറ്റലിൽ അങ്ങനെ റെമഡി ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് രക്ഷപ്പെട്ട് പോരാ, വലിയ പ്രശ്നമൊന്നുമില്ല. കാരണം അതിൻ്റെ നമുക്ക് ഒരു ബർത്ത് ചാർട്ടിൽ എന്തെങ്കിലും എഴുതിയിട്ടുണ്ട്, അത് നടന്നിരിക്കും. പക്ഷെ എന്നാൽ അതിനകത്ത് നമുക്ക് ആ ഒരു ഈ കൺജഷൻ പോയിന്റ് എന്ന് പറയും, ഇത്ര ഒരു പോയിന്റ് മാത്രമേ അവിടെ വരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ അതിൻ്റെ റെമഡി ചെയ്തു പോകും. അപ്പോൾ നമുക്കപ്പോൾ അവിടെ കേതുവിനെ പോസിറ്റീവ് ആക്കാനുള്ള, ചൊവ്വയെ പോസിറ്റീവ് ആക്കാനുള്ള ചെറിയ കർമ്മമുണ്ട്. ആ കർമ്മം പറഞ്ഞു കൊടുത്താൽ ആ കർമ്മം ഒന്ന് ചെയ്താൽ മതി. ചെറിയ ചെറിയ ലുട്ടെടുക്ക് പരിപാടി നമ്മൾ പറഞ്ഞു കൊടുക്കുക. ആ ഒരു കാരണം നോക്കി കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു സംസ്ഥാനമാണ്. ഈ ഇന്ത്യയിൽ ഇത്രയും വലിയ സംസ്ഥാനം, ഇത്ര മോർ ദാൻ കോടി കണക്കിന് 100 കോടി കൂടുതൽ ജനങ്ങളുണ്ട്. ഇപ്പോൾ പുതിയ ഇത് വരുന്നതേ ഉള്ളൂ, അപ്പോഴത്തേന് എത്ര ജനങ്ങളുണ്ടെന്ന് അറിയാലോ. അപ്പോൾ അതിലൊരു ചെറിയൊരു പെർസെൻറ്റേജ് മാത്രമേ ഉള്ളൂ കേരളത്തിൽ. അപ്പോൾ ഇതിനകത്ത് ഇത്ര നോർത്ത് ഇന്ത്യയിൽ ഇത്ര ഒരു ആൾക്കാർ വിശ്വസിക്കുന്നത്, അവർ കർമ്മം ചെയ്യുന്നതിനും ഇത്ര സംസ്കാരമുള്ള ഒരു ഇതാണ്. അപ്പം നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ബ്ലഡ് റെമഡിയുടെ കാര്യം പറഞ്ഞത്. കാരണം ഈ ഒരു സബ്ജക്റ്റ് എനിക്ക് തോന്നി ഇപ്പോൾ വന്നിട്ടുണ്ടോ ഇല്ലെന്ന്. അപ്പോൾ അതിൻ്റെ പറയുമ്പോഴേ നമുക്കിപ്പോൾ അതുകൊണ്ടായി ഈ ചൊവ്വയുടെ കാര്യമൊക്കെ എടുത്ത് പ്രത്യേകിച്ച് പറയാം. ചൊവ്വയാണ് ഈ ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇത് പ്രത്യേകിച്ച് ഇപ്പോൾ നിങ്ങളുടെ ബർത്ത് ചെയ്തിട്ട് സപ്പോസ് 7 അല്ലെന്നൊരിൽ 9 09 എന്ന് പറയുന്ന അല്ലെന്നൊരു മന്തിൽ, അല്ലെന്നൊരിൽ 09 ഡേറ്റിനകത്ത് നോക്കുമ്പോൾ 7-ാം മാസം 9. അപ്പോൾ ആ ഒരു സമയത്ത് വരുമ്പോൾ ഈ 9 7 കൂടെ ഒരു കണക്ഷൻ വരും. ബർത്ത് ഡേറ്റും ഈ പറയുന്ന ഇതുമായിട്ട് ന്യൂമറോളജിക്കകത്താണ് എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഇതിനകത്ത് വരും. ആ ഒരു സമയത്താണ് അങ്ങനെയൊക്കെ ഉള്ള ഒരു പൊസിഷൻ വരുമ്പോഴാണ്, പ്രത്യേകിച്ച് ഇയറൂടൊക്കെ വരുമ്പോൾ 2000 ഇപ്പോൾ ടോട്ടൽ കൂട്ടിക്കഴിഞ്ഞാൽ 2025. പൊതുവേ 2025 എന്ന് പറഞ്ഞാൽ നെഗറ്റീവാണ്, ബ്ലഡാണ്. നോക്കി വേൾഡിൽ മൊത്തവും. അപ്പോൾ നിങ്ങളൊന്ന് കൂട്ടി നോക്കിയേ, 2025 അപ്പോൾ 225, അപ്പോൾ 9 ആയില്ലയോ. 9 എന്ന് പറഞ്ഞാൽ ബ്ലഡ് അൺസർട്ടനിറ്റിയുടെ ഒരു വർഷമാണ്. നോർമലി എന്ന് പറഞ്ഞാൽ ഉള്ള മാതിരിയല്ല. ഇവിടെ വേൾഡിൻ്റെ ഈ വർഷം തുടങ്ങിയ മുതൽ ബ്ലഡ് എന്നാണ്. എല്ലായിടത്തും അറ്റാക്ക് കാര്യങ്ങൾ, അങ്ങോട്ടും ഇങ്ങോട്ടും അൺപ്രഡിക്റ്റബിളായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇന്ത്യ പാകിസ്ഥാനുമായിട്ട് പ്രശ്നങ്ങൾ, അല്ലെന്നൊരു ഈ ഇറാഖ് പ്രശ്നങ്ങൾ, ലോകത്തിൻ്റെ അല്ലെന്ന് ഈ സിറിയ, അവിടെ ഇവിടെ ഇറാൻ എന്നുള്ള പ്രശ്നങ്ങൾ, എല്ലായിടത്തും മാറും പൊട്ടിത്തെറികളും. ഇനിയിപ്പോൾ ഈ ശനി, ഓരോ നാച്ചുറൽ കലാമിറ്റികളെ. അപ്പോൾ എൻ്റെ ഇതിനകത്ത് പല വീഡിയോയ്ക്കകത്ത് നേരത്തെ പല ഓരോ പ്ലാനറ്റ്, ഇപ്പോൾ വിഷുവിൻ്റെ ആയാലും അതിൻ്റെ ആയാലും ഇതിനുമ്പ് ഈ ശനിമാറ്റത്തിൻ്റെ ആയാലും ഇവിടെ ഉണ്ടാകുന്ന ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും പോയിട്ട് നോക്കാവുന്ന പറഞ്ഞ കാര്യങ്ങളൊക്കെ, കടലിലെ കപ്പൽ പൊട്ടിത്തെറികളെ കാര്യങ്ങളെല്ലാം അതിനൊക്കെ എത്രയോ 5 മാസത്തിന് മുമ്പെല്ലാം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് പോയി നോക്കാവുന്നതാണ്. വിഷുവിൻ്റെ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് രാജ്യത്തിനും സമ്പത്തിനും എല്ലാം പ്രശ്നം വരും, എടുക്കും. അതൊക്കെ വാറൊക്കെ തുടങ്ങുന്നതിന് എത്രയോ നാൾ മുമ്പ്. അപ്പോൾ അങ്ങനെ ഒരുപാട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ചുമ്മാ പറയുന്നതല്ല, അങ്ങനെ വിശ്വസിക്കുകയും ചെയ്യുകയല്ലേ. കാരണം ഇനിയിപ്പോൾ ആണെങ്കിലും 2028 ആകുമ്പോൾ തന്നെ പുതിയ വൈറസൊക്കെ വരും.
കാരണം അതിൻ്റെ മന്ത് വരെ കറക്റ്റ് നമുക്കറിയാവുന്നുള്ളൂ. കാരണം അത് നോക്കിക്കഴിയുമ്പോൾ നമുക്ക് കാരണം ചില പ്ലാനറ്ററി പൊസിഷൻ അല്ല ഗ്രഹങ്ങൾ മാറുന്നതനുസരിച്ചാണ് ഈ ഒരു വരുന്നത്. കാരണം ഇപ്പം തന്നെ ഇത്ര പ്ലാനറ്റുകളെ അടുത്ത് നിൽക്കുക, അല്ലെങ്കിൽ പ്രത്യേകിച്ച് രാഹു കേതു ഒക്കെ മാറുന്ന ഒരു സമയത്ത് അപ്പോൾ അതിൻ്റെ എനിമി പ്ലാനറ്റിന് അടുത്തുകൂടെ ചെല്ലുക. അപ്പോൾ ഒക്കെ അങ്ങനെയാണ് ഈ പറഞ്ഞ ഈ നാച്ചുറലി എന്ന് വേൾഡ് വൈഡായിട്ട് എത്ര പ്രശ്നം വരും. അപ്പോൾ നമുക്കൊരു മനുഷ്യനെ സംബന്ധിച്ചൊന്ന് നോക്കി നമുക്ക് എത്ര പ്രശ്നം വരും നിങ്ങൾ ഇത്രയൊന്ന് ചിന്തിച്ച്. ഒരു രാജ്യത്തിനും സമ്പത്തിനും പ്രശ്നം വരുവാണെങ്കിൽ നമ്മളൊക്കെ കൃമികളാണ്, കൊച്ചു കൊച്ചു മനുഷ്യരാണ്. അപ്പോൾ ഈ കൊച്ചു കൊച്ചു മനുഷ്യർക്ക് നമുക്ക് അസുഖം വരും. അപ്പോൾ അത് ബ്ലഡ് റെമഡിയുടെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ ആ ബ്ലഡ് റെമഡിയുടെ പ്രതിവിധിയാണ് പറയുന്നത്. കാരണം ചെറിയൊരു ട്രിക്കാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള പ്രശ്നം വരുമ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു 3 മാസം അല്ല 6 മാസത്തിനിടയ്ക്ക് ഒരു ബ്ലഡ് 3 മാസത്തിനിടയ്ക്ക് ചെയ്യുവാണെന്നല്ല ബ്ലഡ് റെമഡി ഇങ്ങനെ നമുക്കൊരു സേഫ്റ്റി പിൻ എടുത്തിട്ട് ഇങ്ങനെ കയ്യിലൊന്ന് കുത്തിയിട്ട് ഒരു 3 ഡ്രോപ്പ് ഈ തുള്ളി നമ്മുടെ ബ്ലഡ് ഈ ഭൂമിയിൽ വീഴിക്കുക. അപ്പോൾ അവിടെ അതിൻ്റെ കാഠിന്യം കുറയുകയാണ് ബ്ലഡ് റെമഡി എന്ന് പറയും. അപ്പോൾ നിങ്ങൾക്കൊരു ആക്സിഡൻറ്റോ അപ്പോൾ ഒരു കാര്യങ്ങളോ അല്ലെന്നിട്ട് നിങ്ങൾ ബ്ലഡ് അങ്ങാണ് ചെക്ക് ചെയ്യാൻ വേണ്ടി എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അവിടെ അതിൽ കുത്തിക്കഴിഞ്ഞിട്ടൊരു ശകലം ബ്ലഡ് ഭൂമിയിലൊന്ന് വീഴിക്കുക. അപ്പോൾ ആ ഒരു വലിയ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ആ ബ്ലഡ് ചിലപ്പോൾ വലിയ ഈ കണ്ണെ കൊള്ളേണ്ട പിരിയത്തിലും അതുപോലെ ബ്ലഡ് ദാനം ചെയ്യുക. ബ്ലഡ് നിങ്ങൾ ദാനം ചെയ്യുക. പിന്നെ എപ്പോഴേലും ഹോസ്പിറ്റലിൽ പോയിട്ട് നിങ്ങൾക്ക് ഒരു നേരത്തെ ഫുഡ് അല്ല അവിടെ നിന്ന് ഒരു വെള്ളം കുടിച്ചിട്ട് വരിക. അപ്പോൾ ഇതൊക്കെ ഓരോ ടൈപ്പ് ഓഫ് റെമഡിയാണ്. അതാണ് ബ്ലഡ് റെമഡി എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ പറഞ്ഞ ചൊവ്വായുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ 9ഉം 7ഉമായിട്ടുള്ള ഒരു കണക്ടിവിറ്റി വരിക. അപ്പം 9, 7 എന്ന് പറഞ്ഞാൽ ഈ അത് രണ്ടും നെഗറ്റീവ് പ്ലാനറ്റാണ്. ഈ 9നെ കയറി കേതു അറ്റാക്ക് ചെയ്യുക അങ്ങനെയൊക്കെയുള്ള ഒരു ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അവിടെ അതിൻ്റെ ആയിട്ടുള്ള പല പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും. അല്ലെന്നിട്ട് നമ്മുടെ ഈ ബർത്ത് ചാർട്ടിനകത്ത് ഇങ്ങനെ പ്ലാനറ്ററി പൊസിഷൻ അനുസരിച്ച് അപ്പം നിങ്ങൾ സാധാരണയുള്ള ഒരാളാണെങ്കിലും വെറും ഒരു തുള്ളി രക്തം, അപ്പോൾ ആ ഒരു തുള്ളി അല്ലെ 2 തുള്ളി രക്തം ഒരു ഭൂമിയിലൊന്ന് ഒഴിക്കുക. അതാ ബ്ലഡ് റെമഡി. അപ്പോൾ ഇത്ര ചെയ്ത് കഴിയുമ്പോഴത്തെ നിങ്ങൾക്ക് ഒരുപാട് ഇത് പറ്റും. അതേമാതിരി നിങ്ങൾ പാപം പിടിച്ച ഒരുപാട് ആൾക്കാരുണ്ട് ബ്ലഡിന് വേണ്ടി ആവശ്യമുള്ള അത്യാവശ്യ ആൾക്കാർ. അപ്പോൾ അതുകൊണ്ട് ആരോഗ്യമുള്ള ആൾക്കാരാണ് നിങ്ങൾ ബ്ലഡ് ദാനം ചെയ്യാൻ നോക്കുക. പ്രത്യേകിച്ച് ഈ പല അസുഖങ്ങളെയും നമുക്ക് ഒഴിഞ്ഞു വയ്ക്കാം. അത് പ്രത്യേകിച്ച് ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ, പിന്നെ ചൊവ്വായുമായിട്ട് ബന്ധപ്പെട്ട പല പ്രശ്നങ്ങൾ. അപ്പോൾ ഇതെല്ലാത്തിനും വേണ്ടി ഒരു നല്ലൊരു പ്രതിവിധിയാണ് ബ്ലഡ് ദാനം ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഒരാൾക്ക് ഒരു ഷുഗറാണ്, ഒരു 55 വയസ്സായ സപ്പോസ് ഷുഗറാണ്, കുഴപ്പമില്ല. അവരുടെ കുട്ടികളോട് പറഞ്ഞിട്ട് ആ കുട്ടികൾക്ക് എന്തായാലും കർമ്മം ചെയ്യിച്ചാൽ മതി. ബ്ലഡ് നമ്മുടെ ഇതാണെങ്കിലും ബോഡിയിൽ നിന്ന് നമുക്ക് ബ്ലഡ് പോയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ബ്ലഡ് ചില ദാനം ചെയ്യുക, ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ ഇതാക്കുക. അപ്പോൾ ഒരു 3 മാസം കൂടുമ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്യുന്നത്, പ്രത്യേകിച്ച് ആ ഒരു മാസം ബിഗിനിങ്ങിൽ വരുമ്പോൾ നിങ്ങൾ ഇത്രയും ഒന്ന് ചെയ്യുന്നത് ഒരുപാട് നല്ലതാണ്. അതുകൊണ്ട് ഒരുപാട് പ്രയോജനമുണ്ട്. നിങ്ങൾക്ക് ആക്സിഡൻറ്റ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഈ പ്രശ്നങ്ങളൊക്കെ എന്നുള്ള ഒരു പരിധി വരെ മാറിക്കിട്ടുന്നതാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട റെമഡികൾ തന്നെ ഒരുപാട് റെമഡികളുണ്ട്. ബന്ധപ്പെട്ട കോഴ്സുകളോ അങ്ങനെ ബന്ധപ്പെട്ട എന്തെങ്കിലുമോ രുദ്രാക്ഷമായിട്ട് ബന്ധപ്പെട്ടതോ അങ്ങനെ ഒത്തിരി കോഴ്സുണ്ട്. ന്യൂമറോളജിയുടെ കോഴ്സുണ്ട്, ബൃഹനാഡി അസ്ട്രോളജി അല്ലാതുള്ളത്. അപ്പോൾ അതുമാതിരി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണോ എടുക്കണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ താല്പര്യം ഉണ്ടെന്ന് വരികയിൽ ഇത് നമ്പറുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.